മാറ്റം നമ്മൾ കൊണ്ടുവരുന്നതിനാണ് നമ്മളതിന് ചേഞ്ച്, മാറ്റം എന്ന് പറയുക. മാറ്റം എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്. നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവിടത്തേക്ക് വന്നാൽ, ഇവിടെയുള്ള ആളുകൾ അവിടത്തേക്ക് വന്നാൽ, ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നാൽ, എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകൾ കുറച്ച് നടക്കാൻ തുടങ്ങിയാൽ ഇതൊക്കെ ചേഞ്ചാണ്. ചേഞ്ച് എന്ന് പറയുന്നത് താൽക്കാലിക സ്വഭാവമുള്ളൊരു സംഗതിയാണ്. അത് കാലാകാലം മനുഷ്യനെ വലിയ അർത്ഥത്തിൽ പരിവർത്തിപ്പിക്കുകയൊന്നുമില്ല. മഹല്ല് സംവിധാനത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ മഹാഭൂരിഭാഗവും ചേഞ്ച് എന്ന അടിസ്ഥാനത്തിൽ താൽക്കാലിക സ്വഭാവമുള്ള ഘടകങ്ങളാണ്. ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്, ഒരു ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നത്, ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്, നാട്ടിലൊരു കൂട്ടായ്മ താൽക്കാലികമായി തുടങ്ങുന്നതല്ല. ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ നാട്ടിലോ പ്രദേശത്തോ സമുദായത്തിനകത്തോ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ചേഞ്ച് ഫോക്കസ്ഡ് ആയ ഇനീഷ്യേറ്റീവുകളാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നതിൽ മഹാഭൂരിഭാഗം പ്രവർത്തനങ്ങളും. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ഇനി ഉണ്ടാകേണ്ടുന്ന മാറ്റം കേവലമായ താൽക്കാലികമായ മാറ്റത്തിൽ നിന്ന് മാറി തകുതിയിലും ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷനിലേക്ക് നമ്മുടെ നേതൃത്വം ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. എന്താണ് ഈ ട്രാൻസ്ഫോർമേഷൻ? സമുദായത്തിന്റെ തലവര തിരുത്തിയെടുക്കുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ. ഉമ്മത്തിന്റെ നിലവിലുള്ള പരിമിതികളെ മറികടക്കുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് പരിവർത്തനമാണ്. അത് ദീർഘകാല സ്വഭാവമുള്ള ഒരു സംഗതിയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നുപോയ പ്രവാചകൻ മദീനയിലെ അൻസാറുകളെയും മുഹാജിറുകളെയും ചേർത്ത് നിർത്തി ഒരു നാടും ഒരു സമൂഹവും മസ്ജിദുൽ നബവി കേന്ദ്രീകരിച്ച് കെട്ടിപ്പടുത്ത് ലോകത്തിന് മാതൃകയുള്ള ഒരു സംവിധാനമാക്കി ഒരു ഹൈറൂമയാക്കി രൂപപ്പെടുത്തിയെടുത്തതിന്റെ പേരാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതൊരു പരിവർത്തനമാണ്. സാമൂഹികമായി സംഘടിപ്പിക്കുന്ന, സാമ്പത്തികമായി അവരെ സൗന്ദര്യപ്പിക്കുന്ന, അവരെ രാഷ്ട്രീയമായി, സാംസ്കാരികമായി, അവരെ ധാർമ്മികമായി എല്ലാ മേഖലകളിലും പ്രബുദ്ധരാക്കി നിർത്തുന്ന ഒരു ജനതയെ ഉമ്മത്തിന് മാതൃകയാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ട്രാൻസ്ഫോർമേഷൻ അഥവാ പരിവർത്തനം എന്ന് പറയുന്നത്. താൽക്കാലികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി സ്ഥായി സ്വഭാവമുള്ള ഒരു സമൂഹത്തെ അതിനെ സമൂലമായി മാറ്റുന്ന, നാട്ടിലെ ജനങ്ങളെ അഭിമാനകരമായി ഇസ്സത്തുള്ള ഒരു ഉമ്മത്താക്കി മാറ്റുന്ന രീതിയിലുള്ള ട്രാൻസ്ഫോർമേറ്റീവായ പ്രവർത്തനങ്ങൾ നേതൃത്വം സമയം കൊടുക്കുകയും ശ്രദ്ധ കൊടുക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് സാധാരണഗതിയിൽ പറയുക, നമ്മളൊരു ഉത്തരവാദിത്തമായി മകനിലെ കൊണ്ടു നടക്കുമ്പോൾ രണ്ട് സമീപനങ്ങൾ നമുക്കാകാം. ഒന്ന്, പ്രോഗ്രാം സെൻട്രിക് ആയ ഒരു സമീപനം. ഒരു പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടി, അത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി, പരിപാടികളിൽ നിന്ന് പരിപാടികളിലേക്ക് നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. എന്നാൽ നല്ല നേതൃത്വത്തിന്റെ നിലവാരം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ നേതൃത്വത്തിന്റെ മാധുര്യം, അത് പ്രോഗ്രാം സെൻട്രിക് അല്ല, പ്രോജക്ട് സെൻട്രിക് ആയിരുന്നു എന്നുള്ളതാണ്. പദ്ധതി നിർവഹണമാണ് ആ സമുദായത്തിന്റെ നേതൃത്വം നിർവഹിച്ചത്. ഇസ്ലാമിന്റെ ചരിത്രം മുഴുവൻ എടുത്തു നോക്കിയാൽ അറിയാം. കേവലമായ പരിപാടികളല്ല, കേവലമായ ദൗത്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോവുകയല്ല. ഒരു സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. നാടിന്റെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്താൻ പരിപാടികളാണ്, പകരം നമുക്ക് പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയുമോ എന്നതാണ് മകലിന്റെ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തം. നാട്ടിലെ ധാർമ്മിക വിഷയങ്ങൾ പരിഹരിക്കാൻ ബോധവൽക്കരണം എന്ന പരിപാടിയാണ്. എന്നാൽ പരിപാടിക്കപ്പുറത്ത് ആ മകലുകളെ നവീകരിക്കുന്ന പദ്ധതികൾ, നാട്ടിലെ മനുഷ്യരെ ധാർമ്മികമായി ചിട്ടപ്പെടുത്തുന്ന പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനം. പ്രോഗ്രാമിൽ നിന്ന് പ്രൊജക്റ്റിലേക്ക് വളരുക, കേവല പരിപാടികളിൽ നിന്ന് പദ്ധതികളിലേക്ക് മകല് വളരുക. കൂടിയിരിക്കുന്ന കമ്മിറ്റികൾ നമ്മുടെ നാടിനെ അടുത്ത 5 വർഷം കൊണ്ട് എങ്ങനെ വളർത്താം, അടുത്ത 10 വർഷം കൊണ്ട് ഈ നാടിനെ ഒരു മാതൃകാ മകലാക്കി എങ്ങനെ മാറ്റാം, ദരിദ്രരില്ലാത്ത പട്ടിണിയില്ലാത്ത പ്രദേശമാക്കി നമ്മുടെ നാടിനെ ഇങ്ങനെ മാറ്റിയെടുക്കാം, വിദ്യാഭ്യാസത്തിൽ ഔന്നത്യമുള്ള ഒരു പ്രദേശമാക്കി നമ്മുടെ നാടിനെ ഇങ്ങനെ പരിവർത്തിപ്പിച്ചെടുക്കാം, സംസ്കാരമുള്ള മനുഷ്യർ ഒന്നിച്ച്